ഹലോ, ഇലവേഴ പുഞ്ചിറയിലോട്ടുള്ള നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യുക കേട്ടോ. ഇതിന് തൊട്ടടുത്ത് തന്നെയുള്ള മുനിയറ ഗുഹയൊക്കെ കാണിച്ചുകൊണ്ടുള്ള പാർട്ട് 1 വീഡിയോ ഓൾറെഡി ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വ്യൂ പോയിന്റിലേക്ക് പോകുന്നതിന് മുൻപ് നമുക്കിവിടുത്തെ ഇലവീഴ പുഞ്ചിറ വരെ ഒന്ന് പോയാലോ? പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഒരു സ്ഥലത്ത് അധികം മരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ആ ലേക്കില് ഇലകളൊന്നും വീഴില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്തിന് ഇലവീഴ പൂഞ്ചിറ എന്നുള്ള പേര് കിട്ടിയത്. ഇനി നമുക്ക് പോകേണ്ടത് ഇവിടുത്തെ വ്യൂ പോയിന്റിലോട്ടാണ്. ഓഫ് റോഡ് ജീപ്പിൽ തന്നെയാട്ടോ നമ്മൾ പോകുന്നത്. വേണമെങ്കിൽ നമുക്ക് ഈ ദൂരം നടന്നും പോകാവുന്നതാണ്. ഇവിടെ വരാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു സമയം ഈവനിങ് ടൈം ആട്ടോ. അധികം വെയിലൊന്നും ഇല്ലാത്തൊരു സമയത്ത് വരാനാണ് ഏറ്റവും നല്ലത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, മഴയും ഇടിയൊന്നും ഉള്ള സമയത്ത് വരാതിരിക്കുക. കാരണം ധാരാളമായിട്ട് ഇടിമിന്നൽ ഏൽക്കുന്നൊരു സ്ഥലമാണിത്. ദൂരെയായിട്ട് നമ്മൾ മുന്നേ കണ്ട ലേക്കൊക്കെ നമുക്ക് കാണാം കേട്ടോ ഇതിന്റെ ടോപ്പിൽ ചെല്ലുമ്പോഴത്തേക്കും. ഇപ്പൊ കാണുന്നത് ഇവിടുത്തെ പോലീസിന്റെ പുതിയ വയർലെസ് സ്റ്റേഷനാണ്. ദൂരെയായിട്ട് ഈ കാണുന്നത് ഇവിടുത്തെ പോലീസിന്റെ പഴയ വയർലെസ് സ്റ്റേഷനും. ഇലവീഴ പൂഞ്ചിറ എന്നുള്ള മൂവിയിൽ കാണിച്ചിരിക്കുന്ന ആ ഒരു വയർലെസ് സ്റ്റേഷൻ ഇല്ലേ, അതാട്ടോ ഇത്. ആ മൂവിയുടെ ഒരു ലൊക്കേഷൻ മുഴുവനായിട്ടും ഇവിടെ തന്നെയായിരുന്നു എന്ന് പറയാം. ഒരു ഈവനിങ് ഒക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാട്ടോ ഇത്. ദൂരെയായിട്ട് കാണുന്നത് മലങ്കര ഡാമിന്റെ വ്യൂ ആണേ. ഇവിടെ വന്ന ഈവനിങ് ടൈമിലൊക്കെ നല്ല കാറ്റും നല്ല ക്ലൈമറ്റും ആണ്. കുറച്ചു നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഇവിടുന്ന് താഴേക്ക് ഇറങ്ങുവാട്ടോ. നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പം ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്ന പോലീസുകാരാട്ടോ സാധനങ്ങളൊക്കെ ആയിട്ട് മുകളിലേക്ക് കയറി പോകുന്നത്. താഴേക്ക് നമ്മൾ ജീപ്പിലാട്ടോ ഇറങ്ങുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്